നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചു കത്തി. 42 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. BLOമാർക്ക് അതികഠിന ജോലിഭാരം. SIR മൂലം ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാകരുത്. ആന്റിബയോട്ടിക് സാക്ഷരതാ കേരളം. AMR അവബോധവാരം 18 മുതൽ. ജാഫർ എക്സ്പ്രസിന് നേരെ വീണ്ടും ആക്രമണ ശ്രമം. ട്രക്കിൽ സ്ഫോടനം. SIRൽ സമ്മർദ്ദം. രാജസ്ഥാനിലും BLO ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 42 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ മരിച്ചവരിൽ 20 സ്ത്രീകളും 11 കുട്ടികളും ഉൾപ്പെടും. 42 പേരാണ് അപകടത്തിലാകെ മരിച്ചത്. ഹൈദരാബാദിൽ നിന്ന് ഉംറ നിർവഹിക്കാനെത്തിയ സംഘം സഞ്ചരിച്ച ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. മരിച്ചവരെല്ലാം ഹൈദരാബാദിൽ നിന്നുള്ളവരാണ്. മക്കയിൽ നിന്നും ഉംറ നിർവഹിച്ച ശേഷം പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന ആൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദി സമയം അർദ്ധരാത്രിയോടെ ബദറിനും മദീനയ്ക്കും ഇടയിൽ മുഫ്രഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ തൽക്ഷണം തീപിടിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് എത്തി തീ അണച്ചു. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലെത്തിയതിനാൽ മരിച്ചവരെ തിരിച്ചറിയാനായിട്ടില്ല. കൺട്രോൾ റൂം സർവീസ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിൽ ആരംഭിച്ചു. SIR മൂലം ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാകരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധൃതി പിടിച്ചുള്ള SIR നടപടികൾ BLOമാർക്ക് അതികഠിന ജോലിഭാരമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SIR നടപ്പിലാക്കുന്നതിനെതിരെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിയമ പോരാട്ടത്തിലാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു മാറ്റത്തിനും തയ്യാറാകുന്നില്ല. അതേസമയം BLOയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം അസംബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJPക്ക് വേണ്ടി പണി ചെയ്യുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വിവിധ മേഖലകളിലെ സർവേ തുകമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF പുറത്തിറക്കിയ പ്രകടന പത്രിക. അതിദാരിദ്ര്യത്തിന് മുകളിലുള്ള കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ മൈക്രോ പ്ലാനുകൾ വഴി ദാരിദ്ര്യ വിമുക്തമാക്കൽ, കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുന്നതിനായി ജനകീയ ഭക്ഷണശാലകൾ തുടങ്ങി കേരളത്തിന്റെ നാനാഭാഗങ്ങളിലെ ജനവിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നതാണ് പ്രകടന പത്രിക. MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. AKG സെന്ററിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രകാശനം. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ആന്റി മൈക്രോബിൽ റെസിസ്റ്റന്റ് അവബോധ വാരാചരണം നവംബർ 18 മുതൽ 24 വരെ കേരളത്തിലും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതായി ആരോഗ്യവകുപ്പ്. ഇപ്പോൾ പ്രവർത്തിക്കുക, വർത്തമാനം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗത്തിനെതിരെ ഉടനടി നടപടി സ്വീകരിച്ചാൽ ഭാവി ആരോഗ്യകരമാക്കാം എന്ന ആശയമാണ് നൽകുന്നത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ആർജിച്ച അണുബാധകളെക്കുറിച്ചുള്ള സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ വാരാചരണത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരും അവബോധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം അപകടകാരികളായ ബാക്ടീരിയകൾ ശക്തി പ്രാപിക്കുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലപ്രദമാക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക് ദുരുപയോഗം ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. AMR പ്രവർത്തനങ്ങളിൽ കേരളം മാതൃകയാണെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആന്റിബയോട്ടിക്കുകളും അമിത ഉപയോഗവും തടയാനുള്ള കാർസാപ്പിഡ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ആക്ഷൻ പ്ലാൻ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നത്. രാജ്യത്ത് ആദ്യമായി തുടർച്ചയായ 4 വർഷങ്ങളിലും ആന്റിബയോട്ടിക് പുറത്തിറങ്ങി. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടഞ്ഞു. ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായി. ആശുപത്രികളെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ജാഫർ എക്സ്പ്രസ് നേരെ വീണ്ടും ആക്രമണശ്രമം. സ്ഫോടനത്തിൽ നിന്ന് ട്രെയിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സുരക്ഷാ കാരണങ്ങളാൽ ഏകദേശം ഒരാഴ്ചയോട് നിർത്തിവെച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചത്. 26 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് മാസങ്ങൾക്ക് ശേഷമാണ്
ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നസീറാബാദ് പ്രദേശത്ത് ഞായറാഴ്ച ട്രെയിൻ ലക്ഷ്യമാക്കി ആക്രമണം നടന്നത്. കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്കും ജാഫർ എക്സ്പ്രസ് പോകുന്ന റൂട്ടിലെ റെയിൽവേ ട്രാക്കിംഗ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്ഫോടനത്തിൽ ട്രക്കിൻ്റെ ഒരു ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു, പക്ഷേ ട്രെയിന് അപകടമുണ്ടായില്ല. സ്ഫോടനത്തെ തുടർന്ന് ഏതാനും മണിക്കൂറുകൾ ട്രെയിൻ സർവീസ് തടസ്സപ്പെട്ടു. സുരക്ഷാ സേനാ പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായി നസീറാബാദ് സീനിയർ പോലീസ് സൂപ്രണ്ട് ഗുലാം സർവാർ പറഞ്ഞു. തകർന്ന ട്രക്കുകൾ ശരിയാക്കിയതായും കൂട്ടിച്ചേർത്തു. സുരക്ഷാ കാരണങ്ങളാൽ ഈ മാസം ആദ്യം കൊച്ചിക്കും പെഷവാറിനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ റെയിൽവേ നിർത്തിവച്ചിരുന്നു. ശനിയാഴ്ചയാണ് സർവീസ് പുനരാരംഭിച്ചതായി പാകിസ്ഥാൻ റെയിൽവേ അറിയിച്ചത്. ജാഫർ എക്സ്പ്രസിൽ വിമതർ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല. ഈ വർഷം നിരവധി തവണകൾ ജാഫർ എക്സ്പ്രസിന് നേരെ ആക്രമണം നടന്നിരുന്നു. മാർച്ച് 11-ന് 380 യാത്രക്കാരുമായി പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് BLA ഹൈജാക്ക് ചെയ്തു. സംഘർഷത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഒക്ടോബറിൽ സിന്ധി പ്രവിശ്യയിൽ റെയിൽവേ ട്രാക്കിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ട്രെയിനിന്റെ 5 ബോഗികൾ പാളം തെറ്റി നിരവധി പേർക്ക് പരിക്കേറ്റു. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായി കടുത്ത ജോലി സമ്മർദ്ദമുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് രാജസ്ഥാനിലും ബൂത്ത് ലെവൽ ഓഫീസർ ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ഞായറാഴ്ച ജയ്പൂരിലെ മിന്ദാഗയിലാണ് സംഭവം. സ്കൂൾ അധ്യാപകനായ മുകേഷ് ജംഗീത് 45 മരിച്ചത്. SIRമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും സൂപ്പർവൈസർ സസ്പെൻഷൻ ഭീഷണി മുഴക്കിയിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. SIRന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കണ്ണൂർ ഏറ്റുകുടുക്കിയിൽ BLOയായ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് രാജസ്ഥാനിലെയും ആത്മഹത്യ വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ അശാസ്ത്രീയമായ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന ആരോപണം ശക്തമായത്. കണ്ണൂരിൽ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ ഏറ്റുകുടുക്ക 18-ാം ബൂത്ത് BLOയായ അനീഷ് ജോർജാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അനീഷ് ജോർജിനെ കണ്ടത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ വൈശാഖ് അനീഷിനെതിരെ ഫോറം വിതരണത്തിന് ഒപ്പം കൂട്ടുന്നില്ലെന്ന് ആരോപിച്ച് കളക്ടർ പരാതി നൽകിയിരുന്നു. ഇതും അനീഷിനെ വല്ലാതെ സമ്മർദ്ദത്തിലാഴ്ത്തി. കുന്നരു AUP സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റ് ആയിരുന്ന അനീഷ് ഫോറം വിതരണവും പൂരിപ്പിക്കലും തിരികെ ശേഖരിക്കലും ഉൾപ്പെടെയുള്ള ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്ന് പറഞ്ഞിരുന്നതായി അനീഷിന്റെ കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തി. ജോലി സമ്മർദ്ദം കാരണം 3 തവണ ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. ശനിയാഴ്ച രാത്രി 1:30 വരെ അനീഷ് ഫോറം പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തതായി അച്ഛൻ പറഞ്ഞു. ജില്ലാ സ്കൂൾ കലോത്സവം ആരോഗ്യവകുപ്പ് സംയുക്ത പരിശോധന നടത്തി. ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ നഗരത്തിൽ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടന്നു. കലോത്സവത്തിൻ്റെ പ്രധാന വേദികളിലും പാചകശാലയിലും സ്റ്റോറും കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും പരിശോധന നടത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ടം ജില്ലാതല ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൊതുതെരഞ്ഞെടുപ്പിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് സംശയ നിവാരണത്തിന് ജില്ലാതലത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു. തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സംശയ നിവാരണത്തിന് 82 81 264 764 04 97 941 299 എന്നീ നമ്പറുകളിൽ ജലനിരപ്പ് ഉയർത്തും. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ കനാലുകളിലുള്ള ജലവിതരണം നടത്തുന്നതിൻ്റെ ഭാഗമായി ബാരേജിൻ്റെ മുഴുവൻ ഷട്ടറുകളോ നവംബർ 18 മുതൽ പൂർണ്ണമായും അടച്ച് പഴശ്ശി റിസർവറിൻ്റെ മുഴുവൻ സംഭരണശേഷിയിലേക്കും ജലനിരപ്പ് ഉയർത്തും. റിസർവർ പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നതിനാൽ പ്രദേശത്ത് താമസിക്കുന്നവരും ബാരേജിൻ്റെ താഴെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. M. വസന്ത് ടീച്ചർക്ക് ബാല സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നാഷണൽ അസോസിയേഷൻ്റെ സിൽവർ സ്റ്റാർ അവാർഡ്. കൂട്ടാളി UP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയായ M. വസന്തക്ക് ബാല സ്കൗട്ട് ഗൈഡ്സ് നാഷണൽ അസോസിയേഷൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ സിൽവർ സ്റ്റാർ അവാർഡ് 26-ന് ഉത്തർപ്രദേശ് ലക്നൌവിലുള്ള ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. കൂടാളി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPM കൂടാളി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വസന്ത് ടീച്ചർ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.